പറഞ്ഞ മറ്റേ പുള്ളിക്കാരി ഉണ്ടല്ലോ, അവര് വന്ന ചില സ്റ്റേറ്റ്മെന്റ്സ്, അവരുടെ ഒരു ഇന്റർവ്യൂ, ഒരു ലോങ് ഇന്റർവ്യൂ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും കാണാറില്ല, പറഞ്ഞോളൂ. ചേച്ചി പുള്ളിക്കാരനെ വിളിച്ചിട്ട് കിച്ചു ഒരു ബാധ്യതയാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അവരെ എന്തിനാണ് ഞാൻ അവരെ വിളിച്ച് പറയുന്നതിന്? എന്ത് ബന്ധമാണ് എനിക്കുള്ളത്? ഞാൻ എന്തിനാണ് അവരോട് ഞാൻ കിച്ചു ഒരു ഭാരമാണെന്ന് പറയേണ്ട കാര്യം എന്താണ്? എനിക്കറിയില്ല. ഈ വാവക്കുട്ടാന്നുള്ള വിളി എപ്പോഴെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? എപ്പോഴെങ്കിലോ? എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ കുഞ്ഞിനോട് പറയാം, അയാളോട് പറയും, എന്നെ അങ്ങനെ വിളിക്കാവോന്ന് ചോദിക്കും, വാവക്കുട്ടാന്ന് വിളിക്കാവോന്ന് ചോദിക്കും. നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സൂചേൻ്റെ ഫുൾ മിസ് ചെയ്യുന്നുണ്ട്. കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണോ? ദോശ ഉണ്ടാക്കാൻ അറിയോ? കറിയൊന്നും വലിയായിട്ട് വെക്കാൻ അറിയത്തില്ല കേട്ടോ. ബിഗ് ബോസ് പോവാണെങ്കിൽ അവിടെ ഓരോ ആൾക്കാർക്ക് ഓരോ ടാസ്ക് അസൈൻ ചെയ്ത് തരുമല്ലോ. അപ്പോൾ ചില സമയത്ത് ബാത്റൂം ക്ലീൻ ചെയ്യണം, ചില സമയത്ത് കുക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്ലീനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുക്ക് ചെയ്യാൻ ഒരു ടാസ്ക് വന്നാൽ നമ്മൾ അവരെ ഹെൽപ്പ്. ഇപ്പം ആർക്കാണ് മെയിനായിട്ട് ഒരാൾക്ക് കറിയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കഴിക്കണ്ടേ എല്ലാവരും, അപ്പം അവരെ എന്തായാലും ഹെൽപ്പ് ചെയ്യുക. അടുക്കളയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പാത്രം കഴുകാറിയാം, എല്ലാം അരിഞ്ഞു കൊടുക്കുക, ഇതൊക്കെ അറിയാം നമുക്ക്. അതൊക്കെ നമ്മൾ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. എങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രപ്പോസൽസ് ഒക്കെയാ വരുന്നത്? കല്യാണം കഴിക്കണം ഇഷ്ടമാണ് രേണുവിനെ. കല്യാണം കഴിക്കണം, കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കിയോളാം, മോനെയും പൊന്നുപോലെ നോക്കിയോളാം, രേണുവിനെയും പൊന്നുപോലെ നോക്കിയാ അവിടെ നോക്കും നടന്നപ്പ. പിന്നെ ഡിവോഴ്സ് ആയ ആൾക്കാർ വരും സോഷ്യൽ മീഡിയ. അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ ചോദിച്ചു, കുറേ നാൾ മുന്നേ വന്നത് കേട്ടോ. ആള് ഭയങ്കര ബിസിനസ് മാനൊക്കെയാണ്. ആളിപ്പം ആളെൻ്റെ അടുത്ത് പറഞ്ഞപ്പം പേര് ഓക്കെ. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അപ്പം ഈ സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങളൊന്നും ചേട്ടനെ ബാധിക്കുന്നില്ലേ? എന്തിനാണ്? എനിക്ക് പണമുണ്ട്, എനിക്കിതൊന്നും ബാധിക്കുന്നില്ല. നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കിട്ടും. ആൾക്ക് മോളും ഉണ്ടെന്ന് തോന്നുന്നു, മോളും ഉണ്ട്. അങ്ങനെ വന്നൊരാലോചന, എൻ്റെ ഒന്നെ ചേട്ടാ വിട്ടേക്കൂന്ന് പറഞ്ഞത് അതുപോലെ വിട്ട്. പണമുണ്ടല്ലോ, പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നാൽ എനിക്ക് എന്താണെന്ന് ഉള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ആള് ബിസിനസ്മാനാണ്, അത്യാവശ്യം എല്ലാം സെറ്റ് ഉള്ള ആളാണ്. അതങ്ങ് ആ സമയത്ത് അങ്ങനെ പറഞ്ഞു, അതങ്ങനെ നിർത്തി. ആലോചനയായിട്ട് വന്നതാണ്. വീട്ടുകാരെ വിടാം എന്ന് പറഞ്ഞു വന്നതും ഇപ്പോഴല്ല, ഒരു 4-5 മാസത്തിന് മുന്നേ. ഓക്കെ. അപ്പം അങ്ങനെ ഒരു തീരുമാനമില്ല? ഇല്ല. ചില സമയത്തൊക്കെ മനഃപൂർവ്വം കോണ്ടന്റിന് വേണ്ടി ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം ഇല്ല അങ്ങനെ. അത് ഞാൻ എന്താ പറഞ്ഞെന്നറിയോ, എന്റെ മൈൻഡിൽ അപ്പം തോന്നിയത് ഞാൻ പറഞ്ഞതാണ്. കണ്ടന്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതല്ല, എൻ്റെ മൈൻഡിൽ അപ്പം തോന്നിയത് ഞാൻ പറഞ്ഞു. പ്രണയമുണ്ട് എന്ന് പറഞ്ഞു, നമുക്ക് താമസിക്കാതെ അറിയിക്കാന്ന് പറഞ്ഞു. പ്രണയം എനിക്ക് സൂചിച്ചാണ്ടോടുണ്ട്, എപ്പോഴും ഉണ്ട് പ്രണയം. ആരുടെ അടുത്ത് മാത്രമേ എനിക്ക് യഥാർത്ഥ പ്രണയം തോന്നിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അല്ല, മനഃപൂർവ്വം ഇട്ട് കൊടുക്കാറില്ല. ചോദിക്കുന്നത് ഞാൻ അങ്ങ് പറയും, അത്രേ ഉള്ളൂ. എന്ത് ചോദിച്ചാലും എനിക്കൊരു ഉത്തരം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട്. അല്ലാതെ ഇത് കണ്ടന്റ് ആക്കണമെന്നോ കണ്ടന്റിന് വേണ്ടി ഇട്ട് കൊടുക്കണമെന്നോ ഉള്ള ഒരു മൈൻഡ് കൊണ്ട് ചെയ്യുന്നതല്ല കേട്ടോ. അല്ല. ഓക്കെ. ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞാൻ എന്നെ മാത്രമേ ആലോചിക്കാറുള്ളൂ, മറ്റാരെങ്കിലും അത് ബാധിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ ആലോചിക്കാറില്ല. അത് സത്യമാണ്. ആരെ ബാധിച്ചു? അതാണ് ഞാനിപ്പം പറഞ്ഞതിൻ്റെ ഉത്തരം. എനിക്കൊരു ചോദ്യം കിട്ടിയാൽ ഞാൻ അപ്പോൾ ഉത്തരം പറയും. പക്ഷേ ഇപ്പൊ കുറച്ചു നേരത്തെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ പറഞ്ഞില്ലേ എന്നെ എന്റെ മക്കളെയും നോക്കുമോ, അങ്ങനത്തെ കാര്യങ്ങൾ. ആ ഒരു കാര്യം ഞാൻ ഓർത്തെന്താണ്, നമ്മൾ സംസാരിക്കത്തില്ലേ ഇപ്പം മസ്താനി പറഞ്ഞ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ സംസാരിക്കത്തില്ലേ, ചാടിക്കര. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ചോദ്യം അതല്ല, ഒരു തീരുമാനം എടുക്കുമ്പോൾ ആലോചിക്കാറുണ്ട്. മക്കളുടെ കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, മക്കളുടെ കാര്യം, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പം മക്കളെ പറ്റി ആലോചിക്കാറുണ്ട്. ശരിയാണ്, മറ്റുള്ളവരെ കൂടി ആലോചിച്ചിട്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം വിവാഹ ജീവിതം വേണ്ട എന്ന് പറഞ്ഞത്. എൻ്റെ മക്കളെ പറ്റി ആലോചിച്ചിട്ട് മാത്രമാണ്, അല്ലാതെ എന്നെ പറ്റിയല്ല. എൻ്റെ 2 മക്കളെ പറ്റി ആലോചിച്ചിട്ട് മാത്രമാണ് ഞാനിങ്ങനെ വിവാഹത്തെ പറ്റി വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഓക്കെ. രേഷ്മ തങ്കച്ചൻ എന്ന പേര് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. രേഷ്മ എന്ന് പറയുന്ന പേര് ടീച്ചർ ഇട്ട പേരാണ്. നമ്മൾ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോൾ പേരിടൽ ചടങ്ങ് നടത്തും. അപ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ ഇട്ടതാണ് രേണു എന്ന് പറയുന്ന പേര്. എനിക്ക് ആദ്യം വീണ പേര് രേണു എന്നാണ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാണ് രേണു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ 1ാം ക്ലാസ്സിൽ ചേർത്ത സമയത്ത് ടീച്ചറാണ് പറഞ്ഞത്. ഒരു വർഷം വെറുതെ ഇരുന്നായിരുന്നു 1ാം ക്ലാസ്സിൽ. അപ്പം രേണു തന്നെയാണ് പേര്. അപ്പം പിറ്റേ വർഷം 1ാം ക്ലാസ്സിൽ പേര് ചേർത്തപ്പം എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് ക്ഷേമ ടീച്ചർ, ക്ഷേമ മിസ്.
മിസ് അവിടുത്തെ HM ആയിരുന്നു. അപ്പോൾ HM പറഞ്ഞു നമുക്ക് രേഷ്മ എന്നുള്ള പേര് ഇവൾക്കിടാം എന്ന് പറഞ്ഞു. അങ്ങനെ മിസ് ഇട്ട പേരാണ് രേഷ്മ. ആ രേഷ്മ എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു എനിക്ക് താല്പര്യമില്ലായിരുന്നു. അന്നൊക്കെ നമ്മൾ രേഷ്മ പി തങ്കച്ചൻ. അപ്പോൾ അങ്ങനെ പക്ഷേ ഒഫീഷ്യലായിട്ട് രേഷ്മ പി തങ്കച്ചനെ ഒപ്പിടാൻ രേഷ്മ തന്നെയാണ്, രേഷ്മ പി തങ്കച്ചൻ തന്നെ. അങ്ങനെ വന്നപ്പോഴാണ് എന്താ പറയുക, കൂട്ടുകാർ മാത്രമേ രേഷ്മ എന്നുള്ള പേര്, ബാക്കിയുള്ളവരെല്ലാം രേണു എന്നാണ് വിളിക്കാറുള്ളത്. കൂട്ടുകാരുടെ രേഷു എന്ന് വിളിക്കും, എന്നാലും രേണു എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഇപ്പോൾ സുചേട്ടൻ വന്നു, സുചേട്ടനുമായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാൻ വന്നപ്പോഴാണ് രേഷ്മ ആരാ വാക്കുട്ട രേഷ്മ. ഞാൻ പറഞ്ഞു ഞാനായിട്ടാ, അതുവരെ അറിയില്ല രേണു. അപ്പം എന്നോട് രേഷ്മ എന്നുള്ള പേരിനേക്കാളും നല്ല രേണു തന്നെ വാട്ടാ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ഒരു ഒഫീഷ്യൽ കാര്യത്തിന് മാത്രമേ രേഷ്മ എന്നുള്ള പേര് യൂസ് ചെയ്യത്തുള്ളൂ. എനിക്ക് രേഷ്മ എന്നധികം എനിക്ക് ഇഷ്ടമല്ല, രേണു തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് രേണു സുധി. അതിന് കുറേ കമൻസ് കണ്ടായിരുന്നു, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു കളിയാക്കി. എടി രേഷ്മ പി തങ്കച്ചൻ, ഇവരുടെ വിചാരം ഞാൻ രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള പേര് എൻ്റെ പേര് അങ്ങനെയാണ്, പുതിയതായിട്ട് രേണു എന്ന് കണ്ടുപിടിച്ച പേരാണെന്നൊക്കെയാണ് ഈ പറയുന്നവരുടെയൊക്കെ വിചാരം. അങ്ങനെയൊന്നുമല്ല, ഈ രണ്ടുപേരും ഞാൻ തന്നെയാണ്. ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ, സുധിച്ചേട്ടൻ ഇഷ്ടം രേണു എന്നാണ്, എനിക്കിഷ്ടം രേണു എന്നാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അറിയപ്പെടുന്നു. പക്ഷേ നമ്മൾ ജനിക്കുന്ന സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു പേര് കൊടുക്കില്ലേ, അതാണ് പറഞ്ഞ രേഷ്മ എന്നുള്ള പേരാണ്. അപ്പൊ ടീച്ചർ ഇട്ട പേര് എടാ രേണു എന്നുള്ള ആ സമയത്ത് എൻ്റെ അമ്മയുടെ ചേട്ടത്തിൻ്റെ മകനാണുള്ള പേരിട്ടത്. അപ്പോൾ സ്കൂളിൽ 5 വയസ്സിൽ ചെന്ന് 1ാം ക്ലാസ്സിൽ ഇരുന്നപ്പോൾ രേണു തന്നെയായിരുന്നു പേര്. വെറുതെ ഇരിക്കും നമ്മൾ ആ സമയത്തൊക്കെ, എത്ര വർഷം പുറകില്ല. അത് കഴിഞ്ഞിട്ട് 6 വയസ്സ് പൂർത്തിയായപ്പോഴാണ് 1ാം ക്ലാസ്സിലോട്ട് ചേർക്കുന്നത്. അപ്പോഴാണ് പേരിടുന്നതും ആ പേര് പിന്നീടാണ് അത് ഒഫീഷ്യലായിട്ട് വരുന്നത്. അന്ന് ജനന സർട്ടിഫിക്കറ്റ് അതൊക്കെ ഈ ഇടയിലത്തെ ആയിരിക്കും. എന്നാ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ അതിനെ പറ്റി ഒന്നും അറിയില്ല. 34 years അല്ലേ, 45 years ഉള്ള എൻ്റെ ഉമ്മിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. എനിക്കും ഉണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ്. രേഷ്മ എന്നുള്ള പേര് തന്നെ അതിനകത്ത് കിടക്കുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റ് ചേഞ്ച് ചെയ്യാലോ, പിന്നീട് ചേഞ്ച് ചെയ്യാലോ. ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ, ഡീറ്റെയിൽ അറിയില്ല. രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള ഒഫീഷ്യൽ നെയിം 1ാം ക്ലാസ് വെച്ച് ടീച്ചർ ഇട്ട പേരാണ്, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ നമ്മൾ സ്കൂളിൽ ചേരുന്ന സമയത്ത് നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമുക്ക് കൊടുക്കുന്ന പ്രൂഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കുമല്ലോ. പിന്നെയാണ് 10th SSLC ചേഞ്ച് ആക്കാൻ പറ്റും, എന്തെങ്കിലും ചേഞ്ച് ആക്കാൻ പറ്റുമെങ്കിൽ SSLCക്ക് അവർ അന്നേരം ചേഞ്ച് ആക്കുകയും ചെയ്യും. എന്തായാലും എൻ്റെ ഒഫീഷ്യൽ നെയിം രേഷ്മ എന്നാണ്. അമ്മയുടെ ചേച്ചിയുടെ മകനാണ് എൻ്റെ ജിബു ചാച്ചൻ, എൻ്റെ ബ്രദർ ഇട്ട പേരാണ് രേണു എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. സ്കൂളിൽ മാത്രമേ രേഷ്മ എന്ന് വിളിക്കത്തുള്ളൂ. ബർത്ത് സർട്ടിഫിക്കറ്റിൽ അപ്പോൾ രേഷ്മ തന്നെ. ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ കയ്യിലുണ്ട്, കാണുമായിരിക്കും. ഞാൻ നോക്കിയിട്ട് അത് എന്തായാലും നിങ്ങളുടെ പ്രേക്ഷകർക്ക് തന്നെ ക്ലാരിഫൈ മനസ്സിലായി. എന്തായാലും എൻ്റെ ഒഫീഷ്യൽ രേഷ്മ എന്നാണ്, രേണു എന്നാണ് എനിക്ക് പേരിട്ടേക്കുന്നത്. കാരണം ഇപ്പൊ നമ്മള് ടീച്ചർ ഇട്ടു എന്ന് പറയുമ്പോഴേക്കും ബർത്ത് സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ വേറെ പേരായിരിക്കും. ആയിരിക്കണം, രേണു എന്നായിരിക്കണം. എന്തായാലും ഞാനത് കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയുന്നത്. അതാ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ യെസ് ഓർ നോ ടാസ്ക് നൈസായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനപ്പോൾ വേറൊരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ മറ്റേ പുള്ളിക്കാരി ഉണ്ടല്ലോ, അവർ വന്ന ചില സ്റ്റേറ്റ്മെന്റ്സ്, അവരുടെ ഒരു ഇന്റർവ്യൂ, ഒരു ലോങ് ഇന്റർവ്യൂ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും കാണാറില്ല, പറഞ്ഞോളൂ. അല്ല, ഞാൻ അത് കണ്ടായിരുന്നു, കാണുമല്ലോ. അപ്പം അത് കണ്ടതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇടയ്ക്ക് ചേച്ചി പുള്ളിക്കാരനെ വിളിച്ചിട്ട് കിച്ചു ഒരു ബാധ്യതയാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അവർ എന്തിനാണ് ഞാൻ അവരെ വിളിച്ച് പറയുന്നതിന്? എന്ത് ബന്ധമാണ് എനിക്കുള്ളത്? അവർ ഇൻസ്റ്റയും പോട്ടെ, മെസ്സഞ്ചറിൽ അവർ മെസ്സേജ് അയച്ചായിരുന്നു ഒരു സമയം, സുചേട്ടനുള്ളപ്പോൾ സമയത്താണ്. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഇന്ന പോലെ ചേട്ടൻ അന്ന് സൗദി പോകാനെങ്ങാണ്ട് നിൽക്കുന്ന സമയമാണ്, എന്തോ ഒരു പ്രോഗ്രാം. അപ്പം ഞാൻ ചേട്ടനോട്, ചേട്ടാ ഇവരിങ്ങനെ മെസ്സേജ് അയച്ചു, ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചു, ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം എന്നോട് ബ്ലോക്ക് ചെയ്തേക്കാൻ പറഞ്ഞു, ഞാൻ ബ്ലോക്കും ചെയ്തു. പിന്നെ ഞാനെന്തിനാണ് അവരോട് കിച്ചു ഭാരമാണെന്ന് പറയുന്നത്? എന്തിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ അങ്ങനെ പറയുന്നത്? കിച്ചുവിനെ എനിക്ക് കിട്ടുന്ന 13ാമത്തെ വയസ്സിലാണ്. ഞാൻ അവനെ എടുത്തോണ്ട് നടക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ എന്തിനാണ് അവരോട് ഞാൻ കിച്ചു ഒരു ഭാരമാണെന്ന് പറയേണ്ട കാര്യം എന്താണ്? എനിക്കറിയില്ല, ഞാനൊട്ട് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ആളപ്പം ഈ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാനിതൊന്നും കാണുന്നില്ല, അവർ ഈ കിടന്ന് പറയുന്നൊന്നും ഞാൻ കാണുന്നില്ല. അവരാണ് എൻ്റെ പേരെടുത്തെടുത്ത് പറയുന്നത്. ഇന്നീ നിമിഷം വരെ ഒരൊറ്റ മീഡിയാസിലും വന്ന് ഞാൻ അവരുടെ പേര് പ്രസ്താവിച്ചിട്ടില്ല. അവരെന്നെ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും ആങ്കർ എന്ന നിലയിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി പറയുന്നതല്ലാതെ ഒരു മീഡിയയ്ക്ക് മുന്നിൽ അവരെ കരുതേക്കാനോ അല്ലെങ്കിൽ ഇഹത്തി കാണിക്കാനോ അവരുടെ വ്യക്തിഹത്യ ചെയ്യാനോ ഇന്നീ നിമിഷം വരെ ബുദ്ധിയുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. എനിക്ക് ആരെ വ്യക്തിഹത്യ ചെയ്യാൻ താല്പര്യവും. ഞാൻ എൻ്റേതായിട്ടുള്ള ലോകത്തിൽ ഒതുങ്ങി ജീവിക്കുന്നു, പോകുന്നു. ഈ വാവക്കുട്ട എന്നുള്ള വിളി എപ്പോഴെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? എപ്പോഴെങ്കിലോ? എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ വിളിക്കുന്നതന്നെ എന്നാ പറയുക, എന്നോട് എപ്പോഴും പറയും, ഇനിയിപ്പം വാവക്കുട്ടെ, ഇനിയിപ്പം മമ്മൂക്ക നിന്നാൽ പോലും ഞാൻ നിന്നെ വാവക്കുട്ടേന്നേ വിളിക്കത്തുള്ളൂ. ആളല്ല, ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഈ സിനിമ ഈ ഷൂട്ടിനൊക്കെ ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ ചോദിച്ചോട്ടെ എല്ലാവരുടെ മുന്നേ വാവക്കുട്ടാന്ന് വിളിക്കല്ലേ, വാവക്കുട്ട ഇക്ക നിന്നാൽ പോലും മമ്മൂക്ക നിന്നാൽ പോലും ഞാൻ നിന്നെ വാവക്കുട്ടേന്നേ വിളിക്കത്തുള്ളൂ എന്ന് പറയുമായിരുന്നു. നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത്
ഇതിപ്പം ഇങ്ങനെ പറയുമ്പോൾ പറയാം അവൾ അഭിനയിച്ച് പറയുന്നത്. എനിക്ക് അതിൻ്റെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ മിസ്സിങ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുണ്ട്. കാരണം ദേഷ്യപ്പെട്ട് വിളിക്കുമ്പോൾ പോലും വാവക്കുട്ടേ എങ്ങനെയാണ് വിളിക്കുന്ന ആള്. എന്നെ പേര് വിളിച്ചിട്ടില്ല, പേര് വിളിക്കത്തുമില്ല ആള്. എങ്ങനെ വല്ലപ്പോയി രേണു എന്ന് പറഞ്ഞാലുള്ള അല്ലാതെ വാവക്കുട്ടേ എന്ന് എപ്പോഴും വിളിക്കും. നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു വിളിയും ആ ഒരു കരുതലും സ്നേഹവും എല്ലാം. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എങ്ങനെയാണത് മിസ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ കുഞ്ഞിനോട് പറയും, ഇളയാളോട് പറയും, എന്നെ അങ്ങനെ വിളിക്കാവോ എന്ന് ചോദിക്കും, വാവക്കുട്ടാന്ന് വിളിക്കാവോ എന്ന് ചോദിക്കും. വിളിക്കാറുണ്ട്. അപ്പം നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സുചേട്ടൻ്റെ ഫുൾ മിസ് ചെയ്യുന്നുണ്ട്. വേറെ ആരെങ്കിലും ഇപ്പോ വെള്ളം വേണോ? വെള്ളം? അയ്യോ ഞാൻ അങ്ങനെ ചോദിച്ചത്. പെട്ടെന്ന് സുചേട്ടനെ ഓർത്തു. കുഴപ്പമില്ല, പറഞ്ഞു. ഓക്കെ, അപ്പം കുഴപ്പമില്ല. ഞാൻ എന്തായാലും ചേച്ചിനെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നതും ചേച്ചിയുടെ കോസ്റ്റ്യൂംസാണ്. ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എവിടുന്നാ? ഇത് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യുന്നതാണോ? കൊളാബാണോ? ഫ്രണ്ടാണ്, മറ്റേ നമ്മുടെ ഹീറോ നമ്പർ 1 അങ്ങനെയാണ് പറയുന്നത്. കരിഷ്മ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട്, അവൾ ഞാൻ ഏവിയേഷൻ പഠിച്ചപ്പോൾ തൊട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ആളെ ഈ കഴിഞ്ഞിടയ്ക്കാണ് പിന്നെയും കണ്ടുമുട്ടുന്നത്. കാരണം കോണ്ടാക്ട് നമ്പർ ഒന്നും ഇല്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ ഇടയിലാണ് കണ്ടുമുട്ടുന്നത്. അപ്പം അവൾ പണ്ടും എനിക്കിങ്ങനെ ഓരോന്നൊക്കെ വാങ്ങി തരുമായിരുന്നു. അപ്പം അന്നും ഞാൻ പറയട്ടെ, അന്നൊക്കെ ഇങ്ങനെ ഞാൻ ഏവിയേഷൻ പഠിക്കുന്ന സമയത്ത് എന്നെ ആർക്കും അറിയില്ലല്ലോ. അത് കഴിഞ്ഞിപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവൾ വാങ്ങിത്തരുന്നതാണ്. ഓക്കെ, അങ്ങനെ അവളാണ് കരിഷ്മ കപൂർ അല്ല, മാം അല്ല, ഇതെൻ്റെ ഫ്രണ്ട് കരിഷ്മ. ഓക്കെ, ഈ ഏവിയേഷൻ പഠിക്കുമ്പോഴാണ് ഇപ്പൊ പേരിന്റെ ഡൗട്ട് പോലെ തന്നെ ആൾക്കാർക്ക് ക്വാളിഫിക്കേഷനിലും ഡൗട്ട് ഉണ്ട്. ഏതോ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു എന്തോ നഴ്സിംഗ് പഠിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ നഴ്സിംഗ് പഠിച്ചു, കംപ്ലീറ്റ് ആക്കിയില്ല, നിർത്തിപ്പോകുന്നു. ബാംഗ്ലൂർ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷേ ഹോസ്പിറ്റൽ ഡ്യൂട്ടി വന്ന ബ്ലഡ് കണ്ടപ്പോൾ തലകറക്കി താഴെ വീഴുന്ന ഒരവസ്ഥയാണ്. സ്റ്റിച്ച് കാണാൻ പറ്റത്തില്ല, സ്റ്റിച്ച് കത്തീറ്ററൈസേഷൻ്റെ ട്യൂബ് കാണാൻ പറ്റത്തില്ല. നഴ്സിംഗ് പഠിക്കാൻ പോയതാണ്, പറന്നു പോകുന്നു അവിടുന്ന്. അപ്പം അത് കംപ്ലീറ്റ് ആക്കിയില്ല. പിന്നെ പഠിച്ച ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതും പഠിച്ചു. അത് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ഒരു കോളേജിലാണ് പഠിച്ചത്. ആ കോളേജ് തന്നെ ഇപ്പം ഇല്ലെന്ന് അത് പഠിച്ചു. അത് കംപ്ലീറ്റ് അല്ല, കാരണം കംപ്ലീറ്റ് ആക്കാൻ ലാസ്റ്റ് വന്നപ്പം നഴ്സിങ്ങിൻ്റെ അവിടെ ഇരിക്കുക, എൻ്റെ 10th പ്ലസ് 2 സർട്ടിഫിക്കറ്റ്. അപ്പം ബാംഗ്ലൂർ ഇരിക്കുക. അപ്പം അതും പറ്റിയില്ല. പിന്നെ അത് നഴ്സിംഗ് ഒക്കെ പറഞ്ഞാൽ 2008 2009 ആ വർഷമാണ്. എന്താ പഠിച്ചേ? GNM. കാരണം ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, എനിക്ക് കണക്കും തൊപ്പി ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്ത് അവിടെ GNM ആണ്. ANM അല്ല, GNM, ജനറൽ നഴ്സിംഗ്. അത് കഴിഞ്ഞിട്ട് ഫെയ്ത്ത് കോളേജിലാണ് പഠിച്ചത്. ഫെയ്ത്ത് ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കാർക്ക് നഴ്സിംഗ് എടുക്കാൻ പറ്റും. GNM എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പോസ്റ്റ് ബേസ് എടുക്കാന്നൊക്കെ രീതിയിലാണ് പോയത്. പക്ഷെ പോസ്റ്റ് ബേസ് പോയിട്ട് നഴ്സിംഗ് എടുത്തില്ല, പിന്നെയാണോ അങ്ങനെ. പിന്നെ ലാസ്റ്റാണ് മറ്റേ ഏവിയേഷൻ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു. അതും കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ആയപ്പോൾ തന്നെ സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചോണ്ട് പോയി. പിന്നീട് അത് ചെയ്തില്ല. പക്ഷേ നെടുമ്പാശ്ശേരിയിൽ കയറാൻ വേണ്ടിയിട്ട് അത് കാരണം കുറച്ചുകൂടെ ഉള്ളായിരുന്നു. അതിൻ്റെ ഒരു എക്സാം കൂടെ എഴുതി കഴിഞ്ഞാൽ കയറായിരുന്നു. അപ്പം പിന്നെ കിച്ചു പറഞ്ഞു, നമുക്ക് ഇപ്പോഴല്ലേ അമ്മേനെ കിട്ടിയത്, അമ്മേനെ എന്തിനാച്ചാ വിടുന്നത്, വേണ്ട, അമ്മ അവിടെ ഹോസ്റ്റലിലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ, വിടണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ വേണ്ട ഏട്ടാ, നമുക്ക് ജോലി നോക്കണ്ട, ഞാൻ പോകുന്നുണ്ടല്ലോ ജോലിക്ക്, പിന്നെ നീ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. ഓക്കെ, ഇപ്പൊ ആലോചിക്കുന്നുണ്ടോ അന്ന് ഏതെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു? ആലോചിക്കാറുണ്ട്. ആലോചിച്ചിട്ട് കാര്യമില്ല, ഇപ്പൊ വയസ്സ് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇല്ല, ഇപ്പം ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്? അതെ. ഫിനാൻഷ്യലി ഒക്കെ? ഫിനാൻഷ്യലി ആയി വരുന്നതേ ഉള്ളൂ, ചെറിയതായിട്ട്. അല്ലാതെ ലക്ഷങ്ങളാണോ വാങ്ങാറ്? പിന്നെ ലക്ഷങ്ങൾ, കോടി, മറ്റേ മുണ്ടുണ്ട്, കോടിമുണ്ട്. ഒന്നും ആയിട്ടില്ല, 1 ലക്ഷങ്ങളും ആയിട്ടില്ല, കോടികളും ആയിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്യട്ടെ, ഒരു നോർമൽ ഇപ്പോൾ സാധാരണ ഒരാൾ ഇപ്പം എന്നോട് വന്നിട്ട് ആൾക്കാർ ചോദിക്കാറില്ല എന്താണ് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും എന്താ പഠിച്ചേ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇത് റിയൽ ആണോ അത് റിയൽ ആണോ എന്ന് ആൾക്കാർ ചോദിക്കാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ചേച്ചിന്റെ അടുത്ത് ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ കറക്റ്റ് അറിയണം, അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൾക്കാർക്ക് അറിയണം? ആ ഒരു ഇതുകൊണ്ടാട്ടോ ഞാൻ ചോദിക്കുന്നത്. എന്താ അങ്ങനെ രേണു സുധിക്ക് മാത്രം ഒരു പ്രൈവസി ഇല്ലാത്ത? കൊമ്പുണ്ടായിരിക്കും
അതെ രേണുസുതിക്ക് എന്ത് ഞാൻ ഓർത്താ എന്നാ കുറച്ചു നാൾ കഴിയുമ്പം മൈൻഡ് ചെയ്യാതെ എല്ലാവരും അവനവന്റെ കാര്യം നോക്കുന്നോർത്ത് രക്ഷപ്പെട്ടെന്ന് കുറച്ചൊന്ന് താന്നു കഴിയുമ്പോ ദേ അടുത്ത് നോക്കി തരുന്നു രേണുസുതി എന്താന്ന് കാരണം ഞാൻ നോക്കുന്ന സമയത്ത് എനിക്കും എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഡൗട്ടായിരുന്നോ? അങ്ങനല്ല, എനിക്ക് തോന്നാറുണ്ട് ഇപ്പൊ ചേച്ചി ഇപ്പൊ എന്ത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ എന്റെ ലൈഫ് എന്റെ കാര്യങ്ങൾ ഇപ്പൊ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാള് ലൈഫ് ലോങ് ഒറ്റപ്പെട്ട് ജീവിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അവര് ജീവിക്കാൻ പാടുള്ളൂ എന്നൊന്നും ആർക്കും പറയാനുള്ള അവകാശം. ഞാൻ മാത്രമല്ലോ ഭർത്താവ് മരിച്ചൊരു ഒരുപാട് പേരുണ്ട് അല്ലേ, അവരൊക്കെ സമൂഹത്തിൽ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്, അവരവരുടെ ഇഷ്ടം ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി പാർലറിൽ നടത്തുന്ന എനിക്കറിയാവുന്ന സ്ത്രീകളുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്, എന്തൊക്കെ ജോലി അതൊക്കെ ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത പ്രശ്നമാണ് ഈ രേണുസുതി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം സിംഗിൾ ബോബൻ ചേച്ചി പറഞ്ഞ പോലെ 50 ഗ്രാം മാത്രമേ ഉള്ള ഈ കൊച്ചിന് അതെ അതെ എല്ലാം കൂടെ അങ്ങ് എനിക്കറിയില്ല എന്തിനാണെന്ന് ഇങ്ങനെ. ഞാൻ എപ്പോഴും അത് ആലോചിക്കുന്ന ഒരു കാര്യം, നിങ്ങളോട് മാത്രം എന്താ ആൾക്കാർ ഇത്രയും, എന്നോട് മാത്രം ആളുകൾ കുത്തി കുത്തി പറയുന്നു ഇത്രയും വലിയ ഡാർക്ക് ലിപ്സ്റ്റിക് എന്തോ. അതാണ് സത്യം പറഞ്ഞ, അതാണ് ഞാൻ അങ്ങനെയൊക്കെ ഇടുന്ന അവർക്ക് ഇഷ്ടമില്ല. എന്നാ ഒരു വൈറ്റ് സാരി ഉടുത്തിട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ വൈറ്റ് സാരി ഉടുത്ത് ഇവിടെ ഒരു ബസ് നോക്കാം. അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്യും, നിനക്ക് 1 ലക്ഷം രൂപ നീ മാസം കൊടുക്കുമെങ്കിൽ കൊടുക്കാൻ റെഡിയാണോ? ഞാൻ ഇങ്ങനെ ഇരുന്നോളാം, അപ്പൊ ആൾക്കാർ കൊണ്ട് തരട്ടെ 50,000 25,000 50,000 ഈ പറയുന്നവരെല്ലാം കൊണ്ട് തരട്ടെ, ഞാനൊരു കസാര ഇട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. കൊണ്ട് തരട്ടെ. ഓക്കെ, പിന്നെ ഞാൻ എന്തിനാ പോകുന്നത് അഭിനയിക്കാൻ. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ഫണ്ണി റാപ്പിഡ് ഫയറിലേക്ക് വേഗം പോകാം. ഇത് ഫണ്ണാ. എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ബിസിനസ് കണക്കും ഇതൊന്നും അറിയാത്ത ഇനി ബിസിനസ്സും കൂടെ തലയിലെടുത്ത് വെച്ചിട്ട് എന്റെ പൊന്നു കുഞ്ഞേ എന്തിനാ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയെന്ന് പഠിച്ചു പോയിന് ഞാനില്ലല്ലോ. ഒന്നാമത്തെ കാര്യം എനിക്ക് തന്നെ തൊല്ലയില്ല ഓരോന്ന് ആലോചിച്ചിട്ട്, ഇനി എന്റെ അടുത്ത ഇനി ബിസിനസ്സും കൂടെ വെച്ച് പൊട്ടിപ്പോയി പാളിശ എന്തിനാ വെറുതെ. ഓരോരുത്തരൊക്കെ എന്നോട് പറഞ്ഞു പാർട്ണർ ആകുന്നു ബിസിനസ്സിന്, പിന്നെ എന്റെ പൊന്നു ചേട്ടാ എന്നെ വിട്ടു, എന്റെ പൊന്നു ചേച്ചി എന്നെ വിട്ടു, ഈ ബിസിനസ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ്? അതിഷ്ടമാണ്. എവിടെയൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടോ? പിന്നെ ട്രിപ്പ് കുളു മണാലി എന്നൊക്കെ പറയണമെന്നെ പോയിട്ടില്ല. ഇല്ല. എപ്പോഴെങ്കിലും പോകാൻ ചാൻസ് കിട്ടിയ എവിടെ പോകും? എനിക്ക് ബാംഗ്ലൂർ ഇഷ്ടമാണ്, പോയിട്ട് കൊണ്ട് നിന്നതവിടെ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആ ഒരു ഇഷ്ടമാണ്. കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണോ? ദോശ ഉണ്ടാക്കാൻ അറിയാം, കറിയൊന്നും വലിയായിട്ട് വെക്കാൻ അറിയത്തില്ല കേട്ടോ. ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇൻ കേസ് ബിഗ് ബോസ് പോവാണെങ്കിൽ അവിടെ ഓരോ ആൾക്കാർക്ക് ഓരോ ടാസ്ക് അസൈൻ ചെയ്ത് തരുമല്ലോ. അപ്പൊ ചില സമയത്ത് ബാത്റൂം ക്ലീൻ ചെയ്യണം, ചില സമയത്ത് കുക്ക് ചെയ്യണം. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ക്ലീനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുക്ക് ചെയ്യാൻ ഒരു ടാസ്ക് വന്നാൽ നമ്മൾ അവരെ ഹെൽപ്പ്, ഇപ്പൊ ആർക്കാണ് മെയിനായിട്ട് ഒരാൾക്ക് കറിയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കഴിക്കണ്ടേ എല്ലാവരും, അപ്പം അവരെ എന്തായാലും ഹെൽപ്പ് ചെയ്യാം. അടുക്കളയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പാത്രം കഴുകാറ് എല്ലാം അരിഞ്ഞു കൊടുക്കുക ഇതൊക്കെ അറിയാം നമുക്ക്, അതൊക്കെ നമ്മൾ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. കഴിഞ്ഞതിന്റെ മുന്നത്തെ സീസണിൽ എന്താ ആർക്കോ ടാസ്ക് ആയിട്ട് വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ടാസ്ക് കൊടുത്തു, അതുപോലെ എന്തെങ്കിലും ടാസ്ക് കിട്ടിയോ? ഒറ്റയ്ക്ക് നിന്നു പെട്ടുപോവാ, എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ, എന്തെങ്കിലും ചെയ്യണം. അതിന് വിളിച്ചില്ലല്ലോ, വിളിച്ചാലായിരിക്കും അതിനെ പറ്റി. ശരി, വിളിച്ചില്ലല്ലോ. ഓക്കെ, നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളൊരു സെലിബ്രിറ്റി? അങ്ങനെ സെലിബ്രിറ്റികളെ നേരിട്ട് കാണണം. ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ ഓരോ പ്രോഗ്രാമിനൊക്കെ സ്വിച്ച് കൂടെ പോകുമ്പോഴേ വലിയ എന്താ പറയുക ആഗ്രഹമുള്ളവരൊക്കെ ലാലേട്ടനെ കാണണമെന്നുണ്ടായിരുന്നു, ഇക്കാനെ കാണുന്നത്, അവരൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന് ഈ ഓരോ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ എന്നെ കൊണ്ടൊക്കെ പോകുമ്പോഴത്തേന് പണ്ട് കണ്ടിട്ടുണ്ട്. ഇനി നേരിട്ട് കാണണമെന്ന് അങ്ങനെ ഇല്ല. ഓക്കെ, ചിരിച്ച് കണ്ണീന്ന് വെള്ളം വന്നൊരു സിറ്റുവേഷൻ? ഓരോ കമന്റ് ഒക്കെ പണ്ട് ചാന്തുകൂട്ടിന്റെ കമന്റ് ഒക്കെ വെച്ച് ചിരിച്ചു മറിഞ്ഞിട്ടുണ്ട് ഞാൻ. ശരിക്കും അത് ചെയ്യാനുണ്ടായ അത് അത്രയും കുറച്ചുകൂടി ഒരു ബോൾഡ് ആയിരിക്കണമല്ലോ അത് ചെയ്യാൻ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അതെങ്ങനെ ചെയ്ത്? ശരിക്കും അങ്ങ് ചെയ്തു, ക്യാമറ റോൾ ആക്ഷൻ ചെയ്തു. അത്രേ അറിയായിരുന്നു അതിന് ഇത്ര നെഗറ്റിവിറ്റി ഒക്കെ വരുന്നു. നെഗറ്റിവിറ്റി എന്നല്ലടാ, അതാണ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് റീൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണത്. നെഗറ്റിവിറ്റി എന്നല്ല, ഇത്ര കയറി സംഭവമാകുന്നോ, ഇത് ഭയങ്കര റിയാക്ഷൻ, പിറ്റേ ദിവസം നോക്കി തീരുന്നില്ല, ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ആ കമന്റ്സ് ഒക്കെ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്തവരൊക്കെ ഉണ്ട്. അമ്മ അതൊക്കെ കേൾക്കണം, അയ്യോ പെട്ടതള്ള സഹിക്കത്തില്ല അങ്ങനത്തെ സാധനം. അന്നേരം ഒന്നും ഓർത്തതില്ല, നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ഇതാണ് ചാന്തുകുടി. അത് ദാസേട്ടനും രേണു പുള്ളി ഇങ്ങനെ ഈ ഒരു പാട്ട് ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു. എന്നോട് പറഞ്ഞ രേണു നീ
നല്ല കൂട്ടാണ് ദാസ്. അപ്പം എന്നോട് പറഞ്ഞു, ദാസേട്ടൻ പറഞ്ഞു നീ ഏതായാലും പാട്ട് സെലക്ട് ചെയ്യും, ഞാനും നോക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് രേണു ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, ഞാനിങ്ങനെ ഓഫീസിലോട്ട് പോയി കാറിൽ കേട്ടാണ് ചാന്ത് കുടഞ്ഞൊരു. എന്നാന്നറിയത്തില്ല, കോ ഇൻസിഡൻസ് ആണോ എന്നറിയത്തില്ല, എന്തായാലും ഞാൻ ഇത് ചെയ്ത് സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ തന്നെ കിട്ടിയത് ഈ പാട്ടാണ്. ഞാനും അങ്ങോട്ട് പറയുന്നത് അദ്ദേഹം ഇങ്ങോട്ട് പറയുന്ന ഒരൊറ്റ പാട്ടാണ്. ഓക്കെ, ചെയ്താലോ പൊളിക്കാം, അങ്ങനെ ചെയ്ത്. ദാസേട്ടന് ഒരിക്കലും ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞായിരുന്നു രേണുവിനെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ഞാനാന്ന്. ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റായിരുന്നു. ആ സമയത്ത് ഞാൻ നാടക നടിയായിരുന്നു. 1-2 ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഫീൽഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഫഷണൽ റീലായിട്ടൊക്കെ ചെയ്യുന്നതും പിന്നെ നല്ല മൊത്തത്തിൽ എയറിലോട്ട് കയറ്റുന്നത് ദാസേട്ടൻ തന്നെയാണ്. താങ്ക് യു ദാസേട്ടാ. ഓക്കെ, ലൈഫിൽ ഒരു ദിവസം ഫോണില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും? അഡിക്റ്റായിരിക്കും. അഡിക്റ്റഡ് ഒന്നുമല്ല, പാട്ട് കേൾക്കും ഞാൻ. അങ്ങനെ അധികം കോൾ ചെയ്യുന്ന ആളൊന്നുമല്ല. പാട്ട് കേൾക്കാം, പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് മിസ് ചെയ്യും. എപ്പോഴും ഹെഡ്സെറ്റ് കാണും. പാട്ട് ആരെന്ത് പറഞ്ഞാലും ഹെഡ്സെറ്റും പാട്ടും. പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു പാട്ട് പാടുന്ന വീഡിയോസിനൊക്കെ നല്ല കമൻസാണ്. ഇത്രയും കഴിവുണ്ടായിട്ടാണോ ഇങ്ങനത്തെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്. രേണുസുധിയുടെ പാട്ടിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമുക്കൊരു പാട്ട് കേട്ടാലോ? ഒരു 4 ലൈൻ പാടാം. ഓക്കെ, 4 ലൈൻ പാടാവേ. യക്ഷിപ്പാട്ട് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് യക്ഷിയായിട്ട് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അഭിനയിപ്പിക്കാം. എന്നെ കണ്ട യക്ഷിയാന്നൊക്കെ പറയാറുണ്ട്, ഇവളെ കണ്ട പ്രേതമാന്നൊക്കെ. എനിക്കിഷ്ടമാണ്. താങ്ക് യു സോ മച്ച് യക്ഷി എന്ന് വിളിക്കുന്നത്. കളം മായ്ക്കാതെ കഥയറിയാതെ മിഴികൾ പറന്നു പോയി, കൊതി തീരാത്ത വേഴാമ്പല. കളം മായ്ക്കാതെ കഥയറിയാതെ മിഴികൾ പറന്നു പോയി, കൊതി തീരാത്ത വേഴാമ്പല. കുറുമൊഴിയെങ്ങോ തരിവളയെങ്ങോ കുഴൽ വിളി നീ കേൾക്കുമോ, തരുമോ ഈ മണ്ണിൽ ഒരു ജന്മം കൂടി നീ. യക്ഷി ഇപ്പൊ പേടിച്ചോടിക്കാണ്. നല്ല രസമുണ്ട്. സീരിയസ്ലി നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് പാട്ട് നേരിട്ട് കേൾക്കുന്നേ. ഞാൻ ഏതോ ഒരു സ്റ്റുഡിയോയിൽ പാടുന്ന എന്തോ സംഭവം. അത് റിയൽ ആണോ പാടിയത്? അയ്യോ, ഞാൻ പാടിയതാണ്. പക്ഷെ ഇത് നല്ല രസമുണ്ട്. എന്റെ ദൈവമേ, അത് ഞാൻ ഓർക്കുന്നു. എന്നാ അതിന്റെ 2. പക്ഷെ ഇത് സൂപ്പറായിട്ട് പാടിട്ടാ. എനിക്ക് കുറച്ചുകൂടി പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇനി പാടുന്ന റീലിടും. ഓൺ വോയിസ് 4 വരി 4 വരി 5 റീൽ ഇടാറില്ല ഒരു ദിവസം. 5 ഇപ്പൊ 10 ബാക്കി. അപ്പൊ അത് നെഗറ്റീവ് കാണുമ്പോ പിന്നെ റീലുള്ള ഓരോ നെഗറ്റീവ് കമന്റ്സും ഓരോ റീലുള്ള നിങ്ങളാണ് എല്ലാത്തിനും കാരണം. നിങ്ങൾക്ക് എന്തിന്റെ അതെ, അതാണ്. ശരിയല്ലോ, പാടുന്ന റീലിടും. ഫാൻസ് ഇങ്ങനെ ട്വിസ്റ്റ് ആവും. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. ഇനി നമുക്ക് തമിഴ് പാട്ട് 2 വരി. ആ പാട്ടാണ് ഓർക്കുന്ന പോലെ ഇല്ല. ഞാൻ വിചാരിച്ചത് ആലപ്പുഴയെ പറ്റിയുള്ള പാട്ടായിരുന്നു. അല്ലല്ല, ഞാൻ പാടിയ പാട്ടാണ്. ഒറിജിനൽ അന്ന് സ്റ്റുഡിയോയിൽ പാടിയ പാട്ടാണ്. അത് പാടും. അതെനിക്ക് കാണാൻ അറിയത്തില്ലടാ. നോക്കി പാടിക്കോ. നോക്കാനായിട്ട് എവിടെ ഇരിക്കുന്നു, അതിന്റെ ലിറിക്സ് ഒന്നും എൻ്റെ 2 വരി. அந்தாண்டு காண்பது என்னது அது ஆலப்புழை என்ற ஊருதான் கடவுக்குள் சொந்தம் ஊரையா என் பொண்ணு வசிக்கும் ஊரையா கடவுக்கு சொந்தம் ஊரையா என் பையன் വസിക്കും ഊരയ്യാ. അങ്ങനെ ഒരു പാട്ട്. ഇതുകൊണ്ട് കുറെ പാടിയല്ലോ. അത് പാടിയ പാട്ടല്ലേ. അത് സകലകലാ വല്ലഭ്യാണ്. ആക്ടിങ്, പാട്ട്. ഇനി ബിഗ് ബോസിൽ കുറെ പാട്ടൊക്കെ കേൾക്കാം. പിന്നെ ബിഗ് ബോസ് ഞാൻ വെറുതെ ഇരുന്ന് വീട്ടിലൊക്കെ ചുമ്മാ പാട്ട് പാടിക്കൊണ്ടിരിക്കും. ബിഗ് ബോസ് വിളിക്കുവാണെങ്കിൽ പോവാണെങ്കിൽ എപ്പോഴും മൈക്കുണ്ടല്ലോ, എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുമായിരിക്കും. അറിയില്ല, തോന്നുന്നു കുറെ ഫാൻ ബേസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടല്ലേ പോയി കഴിഞ്ഞോ. ഇപ്പൊ തന്നെ ഫാൻസ് കൊണ്ട് പുറത്തുവിട്ടിരിക്കുവാണ്. അല്ല, നല്ല ആൾക്കാരുണ്ട്. ഫാനാന്ന് പറഞ്ഞ ഒരുപാട് പേരൊക്കെ ഉണ്ട്. ഒത്തിരി പേര് ചേച്ചിയുടെ ഞാൻ എന്നെ തന്നെയാണോ ചേച്ചിയുടെ വലിയ ഞാനാണോ മറ്റേ സലീംകുമാർ ഏട്ടൻ ഞാനാണോ സംഭവം.
ഈ നെഗറ്റീവ് ഫാൻസിനൊക്കെ നമ്മൾ കുറേ നേരം ഡിസ്കസ് ചെയ്യുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള ഫാൻസിന്റെ റെസ്പോൺസ് ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഒരുപാട് സന്തോഷം തന്നെ എന്തെങ്കിലും? എത്ര പേര് കാണുമ്പോൾ തന്നെ എന്ത് സ്നേഹമാണെന്നറിയോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിങ്ങനെ. കോഴിക്കോട് കടപ്പുറത്ത് ഒരു ഫെസ്റ്റിവൽ നടക്കും, എന്തോ ഒരു ഷൂട്ട് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അതിൽ നടന്നു പോയപ്പോൾ എൻ്റെ ദൈവമേ പിച്ചുവാണോ ആദ്യമാണോ രേണുസുതി എന്ന് വീട്ടിൽ ഒന്ന് തൊട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് എത്ര പേര് എനിക്കെന്തോ പോലെ ഭയങ്കര ഒരു ഇതായിപ്പോയി. ഇത്രയും ജനങ്ങൾ കണ്ണ് നിറഞ്ഞു പോയ സിറ്റുവേഷൻ. കാരണം എത്രയോ പേര് നെഗറ്റീവ് ഇടുന്നു, പക്ഷെ എത്രയോ പേര് സ്നേഹിക്കുന്ന ഓർക്കുമ്പോൾ സത്യമായിട്ടും വലിയ നടിമാരെയൊക്കെ കാണുന്ന പോലെ എന്നെ കാണുമ്പോൾ ഞാനാണോ ചേച്ചി ഒന്നിക്കോ ഒരു സെൽഫി എടുത്തു, ചേച്ചി ഒന്നും തോന്നല്ല ഒരു സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ പറയാം. ഭയങ്കര എന്തോ ഒരു, കാരണം അതൊക്കെ പിന്നെ ഒരുപാട് പേര് സുധിച്ചേണ്ട ഞങ്ങളുടെ സുധിയുടെ വൈഫല്ലേ അമ്മമാരൊക്കെ, ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കുക വെച്ചാൽ ഞങ്ങളുടെ സുധിയുടെ വൈഫല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സ്നേഹിക്കുന്നല്ലോ അവര്. ഓക്കെ, അപ്പോ നമ്മൾ ചെറിയൊരു ആക്ടിങ് ടാസ്കും കൂടി തരാം. 2-3 എക്സ്പ്രഷൻസ് സിറ്റുവേഷൻസ് തരാം, അതൊന്ന് ആക്ട് ചെയ്ത് കാണിച്ചാൽ മതി. യക്ഷയായിട്ട് അഭിനയിക്കണം എന്നല്ലേ പറഞ്ഞു? അപ്പൊ യക്ഷയായിട്ട് തന്നെ ഒരു ആക്ടർ. സാരിയാണ് പാട്ട് പാടിയ ലക്ഷ്യം വരത്തുള്ളൂ, മൂളിപ്പാട്ടും പാടി നിഴലാ അങ്ങനെ കണ്ടാത്തത് പാട്ട്. യാമങ്ങൾ തോറും കൊതി തീരുവോളം ഈ നീലരാവിൽ കുമാരേട്ട അല്പ ചുണ്ണാമ്പ് തരുവോ? ഈ യക്ഷിയാണ് എനിക്ക് അറിയാത്ത യക്ഷി. ചിരിക്ക് എനിക്ക് അയ്യോ എനിക്കത് അറിയാം. അതാണോ ചിരി? ഡബ് ചെയ്യും മസ്താരി ഡബ് ചെയ്യും. ഞാനിപ്പോ ആക്ഷൻ കൊടുക്കാം. സൂപ്പർ. പിന്നെ സത്യം അടുത്തത് പൂവാലി. പൂവാലി ക്യാമറ നോക്കി എനിക്ക് അതെന്താ? ലാസ്റ്റ് സിറ്റുവേഷന് മുന്നേ നമ്മളിതിപ്പോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ഒരു കിടിലൻ ദേഷ്യാണ് ചെയ്യേണ്ടത്. കിടിലൻ ദേഷ്യം? അതായത് 2 ഡയലോഗൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്. വേണമെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് എതിരെ പറഞ്ഞു. ഓക്കെ, അതിനു മുന്നേ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ ഈ ഒരു ധൈര്യം, ഈ ഒരു സ്മാർട്ട്നെസ്, ഇത് ക്യൂട്ട്നെസ് എങ്ങനെ വീണോ? അപ്പൊ ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ലൈഫിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങളും എതിർപ്പുകളൊക്കെ വരുമെങ്കിലും അങ്ങനെ ലൈഫിൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ വരട്ടെ, എതിർപ്പുകൾ വരട്ടെ, ആശംസിക്കുകയാണോ? അല്ല, വരുമെങ്കിലും അതൊക്കെ ഫേസ് ചെയ്ത് ഇതേപോലെ തന്നെ തളരാതെ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ബിഗ് ബോസ്. ഓക്കെ, അപ്പൊ ദേഷ്യത്തോടു കൂടി നമ്മൾ ഇത് കമന്റ് കണ്ടല്ലേ ദേഷ്യം. അങ്ങോട്ടാണോ? നിന്റെയൊക്കെ ഓരോ കമന്റ്സും എനിക്ക് ഓരോ പൂമാലകൾ മാത്രമാണ്. എന്നെ ഇതൊന്നും തളർത്തുന്നില്ലടാ. രേണുസുതി ഫ്ലവർ അല്ലടാ, ഫയർ ആടാ, താഴത്തില്ലടാ.